അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ഈ മുഹറം മാസത്തിനൊരുപാട് പ്രാധാന്യമുണ്ട്. മുഹറം മാസം തീരാറായി. മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം പ്രത്യേകം കൂടുതൽ കൂലിയുണ്ട്. മാസത്തിൻ്റെ തുടക്ക മാസമാണ്. പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ദുആയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു 7 ഫാത്തിഹ സൂറത്ത്, അത് ഖുർആനിലെ ഏറ്റവും ചെറിയൊരിത്, ഖുർആനിൻ്റെ ഉമ്മയായ ഈ സൂറത്തിന് നമ്മൾ ഓതുക. നമ്മളുടെ ഏതൊരു വിഷമങ്ങളും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു നമുക്ക് സഹായിക്കും ഈ ചെറിയ സൂറത്തിനെ ഓതുമ്പോൾ. അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്ർ ദുആ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 7 വട്ടം, സംസാരിക്കുന്നതിന് മുമ്പായി ഒരു 7 വട്ടം നമ്മൾ ഓതി ദുആ ചെയ്യുക. നമ്മളുടെ കോടിക്കണക്കിന് കടങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ആ കടബാധ്യത തീർന്നു കിട്ടും. നമ്മളുടെ മക്കളുടെ കാര്യങ്ങളിലായാലും ജോലിയുടെ കാര്യങ്ങളായാലും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് അത് സാധിച്ചു തരും. ഒരു 7 ദിവസം അടുപ്പിച്ച് തുടർച്ചയായി ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം 7 ഫാത്തിഹ ചോദിക്കോ. സംസാരിക്കരുത്, മറ്റ് സംസാരങ്ങൾ പാടില്ല. അത് ഏതൊരു കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ സംസാരിക്കാതിരുന്ന് ദുആ ചെയ്തതിന് ശേഷം എന്ത് ചെയ്താലും പ്രതിഫലമുണ്ട്. അങ്ങനെ ഈ ചെറിയ സൂറത്തിനെ നമ്മൾ ഓതി ഫാത്തിഹ അന്ന് ഓതിയതിന് ശേഷം ദുആ ചെയ്യുക. അള്ളാഹു നമ്മളുടെ എല്ലാ വിധ കാര്യങ്ങളും, ഹലാലായ ഉദ്ദേശങ്ങൾ, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നമ്മളുടെ സാധിച്ചു തരും. എല്ലാവിധ കണ്ണേറ്, അതുപോലെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു നമുക്ക് തുണയുണ്ട്. ഇത് 7 ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യുക. 7 ദിവസം ഓതുക. അതിങ്ങനെ പ്രതിഫലം കൂടുതലുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഈ ചെറിയ സൂറത്തിനെ നമ്മൾ ഓതി നിസ്കാരത്തിന് ശേഷം ഓതുക. 7 ഫാത്തിഹ ഓതി ദിക്ർ ദുആയൊക്കെ ചെയ്ത് നിസ്കാരത്തിന് ശേഷം, ഫറള് നമസ്കാരത്തിന് ശേഷം പ്രത്യേക ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തിന് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.